ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ന് നടന്ന ബാങ്കിങ് എക്സാമിനേഷനെ കുറിച്ചാണ്. ഈ വർഷത്തെ നമ്മൾ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബേസിൽ ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. ഇതിൽ ഒരുപാട് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞതിൽ വന്നിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യം തന്നെ ഇൻഷുറൻസിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ സാധാരണയായിട്ട് ഇൻഷുറൻസ് എന്നൊരു 3 ക്വസ്റ്റ്യനാണ് വരാറുള്ളത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണ് ഫസ്റ്റ് പാർട്ടിൽ 3 ക്വസ്റ്റ്യൻ ഇൻഷുറൻസ് വന്നത്. അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഏതെങ്കിലും 4 അഡ്വാൻറ്റേജ് ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ട് സൊസൈറ്റിക്കുള്ള 4 അഡ്വാൻറ്റേജും, അതേപോലെ തന്നെ 14ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഇസ് റീ ഇൻഷുറൻസ്, എന്താണ് റീ ഇൻഷുറൻസ്, അതൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ക്വസ്റ്റ്യനുമാണ്. നന്നായി പഠിക്കാൻ. ഡബിൾ ഇൻഷുറൻസും റീ ഇൻഷുറൻസും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ 11ാമത്തെ ക്വസ്റ്റ്യൻ മറൈൻ ഇൻഷുറൻസ് പോളിസി, 12ാമത്തെ സോഷ്യൽ ഇൻഷുറൻസ്. അപ്പോൾ 4 ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് പാർട്ടെന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. നമ്മൾ ഓൾറെഡി പഠിക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസുമാണ്. ഇനി ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് മുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ എല്ലാം വ്യക്തമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒരു റിവ്യൂ, ഒരു അനാലിസിസ് മാത്രമാണ് ഇവിടെ നടത്തുന്നുള്ളൂ. ഇവിടെ ആൻസേഴ്സ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസ് ഒന്ന് പോയി കാണുക കേട്ടോ. കാരണം അതിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ATM എന്താണെന്നല്ല, എനി ടൈം മെഷീനും ആവാം, അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ടെല്ലർ മണി എന്നുള്ള ആ ഒരു മെഷീൻ എന്നുള്ളതും നമുക്ക് വെക്കാം. ATM ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും എഴുതാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. സ്റ്റെയിൽ ചെക്ക് സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെക്ക് നിർബന്ധമായിട്ടും പഠിക്കാൻ പറഞ്ഞിരുന്നു. സ്റ്റെയിൽ ചെക്ക് എന്താണ് എന്നുള്ളതാണ് ഇവിടെ വന്നത്. അതായത് കാലാവധി കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റെയിൽ ചെക്കാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യനിൽ പ്രധാനമായിട്ട് പറഞ്ഞതാണ് എന്തിനാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സ്ചേഞ്ച് ബാങ്കിനെ കുറിച്ച് ഇവിടെ ചോദിച്ചത്. അപ്പോൾ ഒരു ടൈപ്പ് ബാങ്ക് എന്തായാലും ചോദിക്കുന്നു പറഞ്ഞിട്ടായിരുന്നു. കാരണം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സിം ബാങ്കിനെ കുറിച്ച് ചോദിച്ചു. ഇപ്പോൾ ആ പോർഷൻ തന്നെ 2 ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്ചേഞ്ച് ബാങ്കും ചോദിച്ചിട്ടുണ്ട്, 8ാമത്തെ ക്വസ്റ്റ്യനിൽ ഫോറിൻ ബാങ്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോറിൻ ബാങ്ക് ഒരിക്കൽ റിപ്പീറ്റ് ചെയ്ത് എക്സിം ബാങ്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് വീണ്ടും തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നു. പിന്നെ ഡിസോണർ ഓഫ് ചെക്ക് ക്രോസിങ്ങും ചെക്കും അതിൻ്റെ ആ കാര്യങ്ങൾ പഠിക്കാൻ പറഞ്ഞിരുന്നു. ഒരു ചെക്ക് ഡിസോണർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെക്ക് തിരിച്ചയക്കുന്നത് അല്ലെങ്കിൽ മടങ്ങി പോരാനുള്ള കാരണങ്ങൾ, അതാണ് ഡിസോണറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻസ് ബാങ്കിങ്ങിൻ്റെ പറയുമ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ATM-ഉം അതേപോലെ ബയോമെട്രിക് പേയ്മെൻറ്റിലേക്കും QR കോഡ് സ്കാൻ ചെയ്തിട്ടുള്ള പേയ്മെൻറ്റും ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ അവിടുന്ന് നല്ല രീതിയിൽ തന്നെ ചോദ്യം ATM-ഉം വന്നു, ബയോമെട്രിക് പേയ്മെൻറ്റ് വന്നു, മൊബൈൽ ബാങ്കിങ്ങും വന്നു. ഓക്കെ, ഇൻഷുറൻസിൻ്റെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് 2 എണ്ണം. പിന്നെ അപ്പോൾ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇന്നോവേറ്റീവ് ഫംഗ്ഷനിലേക്കാണ് ബാങ്കിങ്ങിൻ്റെ. പേഴ്സ് ഒക്കെ ലേറ്റസ്റ്റ് ആണ്. വാലറ്റ്, പേഴ്സുകൾ, അതേപോലെ തന്നെ ബയോമെട്രിക് പേയ്മെൻറ്റ്, പിന്നെ മൊബൈൽ ബാങ്കിങ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. RBIയുടെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യം എന്താണെന്നുള്ളത്. ഇൻഷുറൻസിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ വന്നു, ബാക്കിയുള്ളതെല്ലാം ബാങ്കിങ് എന്നാണ്. അപ്പോൾ സെയിം അതേ ഒരു പാറ്റേൺ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സെക്ഷൻ ബിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതെങ്കിലും 2 സ്പെഷ്യലൈസ്ഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകളാണ് ചോദിച്ചിരിക്കുന്നത്. സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എടുക്കാം, IDBI ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കാം. ഏതെങ്കിലും 2 സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അല്ലെങ്കിൽ ബാങ്കുകളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഏതാണോ സൗകര്യമുള്ളത് വെച്ചാൽ അത് എഴുതുക. പിന്നെ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ്സ് ഓഫ് ക്രെഡിറ്റ് കാർഡ് ടു കാർഡ് ഹോൾഡേഴ്സ്. നമ്മൾ പഠിക്കാൻ പറഞ്ഞിരുന്നു ക്രെഡിറ്റ് കാർഡ് എന്താണെന്നുള്ളതും അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ഈ 2 കാർഡിനെ കുറിച്ച് നിർബന്ധമായിട്ട് നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് കോർ ബാങ്കിങ്, എന്തിനാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചുകളെ ഒരു രാജ്യത്തിലുടനീളം തന്നെ കണക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പേയ്മെൻറ്റും റെസീറ്റ്സും ഒക്കെ വളരെ ഈസി ആയിട്ട് മോണിറ്ററി ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള സംവിധാനത്തിനെയാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ചോദിച്ചു ബാങ്കിങ്. അപ്പോൾ ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ബാങ്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന അതിൻ്റെ ഒരു പൊസിഷനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഈ ബാങ്കിങ്ങിനെ കുറിച്ചുള്ള നോട്ട് ചോദിച്ചിട്ടുണ്ട്. പേയ്മെൻറ്റ്സ്, അപ്പോൾ ഇലക്ട്രോണിക് ബാങ്കിങ്, ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ്, കോർ ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഇതെല്ലാം അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് പഴയ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചത് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ, നിർബന്ധമായിട്ടും പഠിക്കാൻ പറഞ്ഞ ടോപ്പിക്കായിരുന്നു പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദി സർക്കംസ്റ്റൻസസ് അണ്ടർ വിച്ച് പേയിങ് ബാങ്കർ ക്യാൻ റെഫ്യൂസ്, ഏത് കാരണത്താലാണ്, ഏതൊക്കെ സർക്കംസ്റ്റൻസിലാണ് കസ്റ്റമറുടെ ഒരു ചെക്ക് റെഫ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ചെക്കും ചെക്കിൻ്റെ ക്രോസിങ്ങും ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആ പ്രോസസ്സാണ് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എക്സ്പ്ലെയിൻ ദ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഷുറൻസ്. അപ്പോൾ ഈ രണ്ടാമത്തെ സെക്ഷനിൽ നമുക്ക് ആകെ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമാണ് ഇൻഷുറൻസ് എന്ന് വന്നിട്ടുണ്ടായിരുന്നത്. 2 ക്വസ്റ്റ്യൻ വരെയായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് നമുക്ക് ഇൻഷുറൻസ് എന്ന് വന്നിട്ട്. എന്താണ് ഇൻഷുറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസും റോളുമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി എസ്സേയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇൻഷുറൻസ് എന്നും ബാക്കിയെല്ലാം ബാങ്കിങ് എന്നുമാണ് സാധാരണ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. സെയിം തന്നെ LICയും GICയും നമ്മൾ ഇൻഷുറൻസ് എന്നുള്ളത് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ ചാപ്റ്റർ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചായിരുന്നു മെയിനായിട്ട്. അപ്പോൾ എന്താണ് ജനറൽ ഇൻഷുറൻസ്, എന്താണ് ലൈഫ് ഇൻഷുറൻസ്, അവ രണ്ടിൻ്റെയും ഒബ്ജക്റ്റീവ്സും റോളുമാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, റോൾ ഓഫ് ബാങ്ക്സ്. എക്കണോമിക് ഗ്രോത്തിൽ, രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയിൽ ബാങ്കുകളുടെ റോൾ എന്താണ്, ആ ഒരു കുറേ പോയിൻറ്റ്സ് വരുന്നുണ്ടല്ലോ, അത് പഠിക്കാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എസ്സേ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ക്രെഡിറ്റ് കൺട്രോൾ ബൈ RBI. ഞാൻ എപ്പോഴും പറഞ്ഞു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനും വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. RBI എപ്പോഴും ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വെപ്പൺസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എന്തായാലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പഠിക്കാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. കുറേ തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ ഒരു 10-18 പോയിൻറ്റോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ. ലുനാറ്റിക്സും ഡ്രങ്കാർഡും അതേപോലെ തന്നെ പർദാനഷീൻ വുമണും മൈനറും അല്ലെങ്കിൽ വുമൺ ആയിട്ടുള്ള കോൺട്രാക്റ്റിൽ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ള ബാങ്കുമായിട്ട് വരുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ട്രസ്റ്റുകൾ, കമ്പനീസ്, പാർട്ട്ണർഷിപ്പ് ഫേംസ്, അങ്ങനെ ഓരോ സ്പെഷ്യൽ ടൈപ്പ് കസ്റ്റമേഴ്സും എങ്ങനെയാണ്. പക്ഷേ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2 കാര്യങ്ങൾ മാത്രമാണ് എടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സിനെ കുറിച്ചല്ല, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ ഏതൊക്കെയാണ്, സ്പെഷ്യൽ മൈനറുമായിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അത് മൈനർ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ലുനാറ്റിക് പേഴ്സൺ ആണ് ബാങ്കിങ് ട്രാൻസാക്ഷൻ ചെയ്യുന്നെങ്കിൽ. അപ്പോൾ ഈ 2 കാര്യങ്ങളെ മാത്രമാണ് എടുത്ത് അവർ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ടുള്ളൊരു എസ്സേ ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബാങ്കിങ്ങിൽ വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻസ്, കാരണം ഇവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പം റിപ്പീറ്റേഷനും ഒരുപാട് വന്നു, ഒപ്പം തന്നെ അവർ കുറച്ചും കൂടി ഒന്ന് ഏരിയ മാറ്റി പിടിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഒന്നും കൂടി അത് ഫോർവേഡായിട്ട് വന്നു എന്നുള്ളതാണ്. കാരണം ഇലക്ട്രോണിക് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ബാങ്കിങ്ങിൻ്റെ ഫംഗ്ഷനിലേക്ക് അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നൊക്കെ അവർക്ക് പാടെ ഒഴിവാക്കിയിരുന്നു. ജസ്റ്റ് ആ ഡിഫറെൻറ്റ് ടൈപ്സ് ബാങ്ക്സും ആ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ അത്ര മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. RBIയുടെ ആ ഒരു പോർഷൻ വരികയാണെങ്കിലും സെൻട്രൽ ബാങ്കിൻ്റെ ജസ്റ്റ് 2 ഫംഗ്ഷൻ അതിലൊക്കെ ഒതുക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ ഫോളോ ചെയ്ത ആളുകൾക്ക് എങ്ങനെ പോയാലും ഒരു 50-60 റേഞ്ചിൽ നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കാതെ തന്നെ. അതേപോലെ തന്നെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ വീഡിയോസ്, പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണുക. ഇപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ പ്രോബ്ലത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് ഈ പറഞ്ഞ തിയറി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞ ആ ക്വസ്റ്റ്യൻസ് എങ്കിലും ഒന്ന് പഠിച്ചു പോവുക. പിന്നെ എസ്സേക്കാണ് ടഫെങ്കിൽ കോസ്റ്റ് ഷീറ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ടഫുള്ള പോർഷനിലേക്ക് പോവാതെ ലാസ്റ്റ് മൊമെൻറ്റിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി. എസ്സേ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ മാത്രമേ തിയറി ചോദിക്കുള്ളൂ, ബാക്കി 3 പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ ആ തിയറി എഴുതാൻ ശ്രമിക്കുക. അത് ഫസ്റ്റ് പാർട്ടിൽ ഒരു 10 മാർക്ക്, സെക്കൻഡ് പാർട്ടിൽ ഒരു 10 മാർക്ക്, ലാസ്റ്റ് ഒരു 10 മാർക്ക്, അപ്പോൾ തന്നെ 30 മാർക്ക് എങ്ങനെയായി. അപ്പോൾ അതിനേക്കാൾ നിങ്ങൾക്ക് എന്തായാലും എഴുതാൻ പറ്റുന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ജയിക്കാനുള്ള സംവിധാനം എന്തായാലും നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അതുമാത്രമല്ല സിലബസിൽ 30% മാത്രമാണ് പ്രോബ്ലം, 70% തിയറിക്കാണ് ഇമ്പോർട്ടൻസ്.
അപ്പോൾ ഞാനതിൽ ഓരോ പോയിൻ്റ് എന്ത് പഠിക്കാൻ പറഞ്ഞോ നിങ്ങൾ അത് മാത്രം തിയറി പഠിച്ചു പോവുക. ഓക്കെ, അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ വീഡിയോ വാച്ച് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എക്സാം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക്